ആശീർഷകത്തിൽ ആചരിച്ചു വരുന്ന ക്യാമ്പയിന്റെ ഭാഗമായുള്ള സോൺ തല സമ്മേളനങ്ങളിലാണ് നമ്മളുള്ളത്. അൽഹംദുലില്ലാഹ് 2 ദിവസങ്ങളിലായി പുളിക്കൽ സോൺ സമ്മേളനം വളരെ ഭംഗിയായി നടന്നു വരികയാണ്. അതിൻ്റെ സമാപനത്തോടടുക്കുന്ന ഈ സമയത്ത് വളരെ ചുരുങ്ങിയ സമയം മാത്രം പ്രമേയ സംബന്ധിയായി ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളെ ഉണർത്തിക്കൊണ്ട് ഈ പ്രദേശത്തെ ദീനീ രംഗത്തിൻ്റെ നിറസാന്നിധ്യമായിരുന്ന മഹാനായ വല്യാപ്പ തങ്ങളുടെ പേരിലുള്ള, അതുപോലെ നമ്മളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഒന്നിച്ചു പിരിയണം. അള്ളാഹു നമ്മുടെ ഒരുമിച്ചുകൂടലും പിരിയലും അവൻ്റെ ത്വാഅത്തിലായി കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് മാനവ വിഭവശേഷിയാണ്. ലോകത്ത് ഈ കരുത്ത് ഏറ്റവും കൂടുതൽ സ്വായത്തമാക്കിയ രാജ്യം ചൈനയാണെങ്കിലും ലോകത്ത് ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള രാഷ്ട്രം നമ്മുടെ ഇന്ത്യയാണ്. ഈ വിഭവം ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം ഒരു രാഷ്ട്രം പുരോഗതിയുടെ വഴിയിലൂടെ സഞ്ചരിക്കേണ്ടത്. നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരുപാട് മുന്നേറ്റങ്ങൾ സ്വാതന്ത്ര്യത്തിന് മുമ്പും പിമ്പും നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ ഓരോരുത്തരും അഭിമാനിക്കുന്നതോടൊപ്പം തന്നെ ഒരു രാജ്യത്തിൻ്റെ മുന്നേറ്റവും പുരോഗതിയും ആഗ്രഹിക്കുന്നവരെപ്പോഴും അതിൻ്റെ ന്യൂനതകളെ സംബന്ധിച്ചും പോരായ്മകളെക്കുറിച്ചും ചിന്തിക്കുകയും പരിഹാരത്തെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്തുകൊണ്ടിരിക്കണം. ഇന്ത്യ രാജ്യത്ത് 130 കോടിയോളം ജനങ്ങൾ താമസിച്ചു വരുന്നുവെങ്കിലും ഇതിൽ 40 കോടിയോളം വരുന്ന ആളുകൾ ഇന്നും ദാരിദ്ര്യരേഖത്ത് താഴെയാണ്. തൊഴിലില്ലാത്ത കോടിക്കണക്കായ ചെറുപ്പക്കാർ ഈ രാജ്യത്തിന് വലിയൊരു ഭാരമാണ്. അകാലങ്ങളിൽ തന്നെ പഠനം അവസാനിപ്പിച്ച് ബാലവേല എടുക്കേണ്ടി വരുന്നവരുടെ അംഗബലം ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും പിന്നിലാക്കി ഇന്ത്യയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ജീവിതത്തിന്റെ 2 അറ്റം മുട്ടിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ സ്വയം മരണം വരിച്ചുകൊണ്ടിരിക്കുന്നവരിലും ലോകത്ത് 1-ാം സ്ഥാനത്തേക്ക് നമ്മുടെ രാജ്യം കുതിച്ചു കയറിയിരിക്കുന്നു. വളരെ അപകടകരമായ ഈ സൂചനകളൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ രാജ്യം സാമ്പത്തികമായി പുറത്ത് വലിയ വികസനം നടന്നതായി നമുക്ക് കാണുന്നുണ്ടെങ്കിലും ഉള്ളറയിലേക്ക് ചെല്ലുമ്പോൾ ഓരോ പൗരന്റെയും തലയിൽ താങ്ങാൻ കഴിയാത്ത സാമ്പത്തിക ഭാരം വന്നു വീഴുന്നതായി നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വില വാണം വിട്ടതുപോലെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നു എന്നത് എല്ലാ സാധാരണക്കാർക്കും ബോധ്യമായ ഒരു സംഗതിയാണ്. ഇങ്ങനെയെല്ലാം ഒരു തകർച്ചയുടെ ഭാഗം നമ്മുടെ രാജ്യത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണത്തിന് ഈ രാജ്യം ഉപയോഗപ്പെടുത്തേണ്ട ഏറ്റവും വലിയ ശക്തി അത് യൗവനമാണ്. അതിനെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താൻ മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരെ പ്രത്യേകിച്ചും ഈ രാജ്യത്തെ മുഴുവൻ യുവാക്കളെയും പൊതുവിലും ബോധവൽക്കരിച്ചുകൊണ്ടാണ് ഈ മഹത്തായ സംഘടന ഈ പ്രമേയമുയർത്തിപ്പിടിച്ചുകൊണ്ട് സമ്മേളനവും അനുബന്ധ പരിപാടികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യ ജീവയാത്രയിലെ ഏറ്റവും പുഷ്കലമായ ഒരു കാലമാണ് യുവത്വം. ഇതുകൊണ്ടാണല്ലോ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തി, നാം ഈ ലോകത്തെ ജീവിതത്തോടെ നമ്മുടെ ജീവിതം അവസാനിക്കുകയല്ല, എല്ലാ വിഷയങ്ങൾക്കും കണക്ക് പറയേണ്ട ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി വിചാരണ നടത്തുന്ന 5 വിഷയങ്ങളുണ്ട്. ലാ തസൂല ഖദമ ബിനി ആദമ യൗമൽ ഖിയാമ ഹത്താ യുസ്അല അൻ ഖംസ്. 5 കാര്യങ്ങൾക്ക് ഉത്തരം പറയാതെ ഒരു മനുഷ്യനും അവന്റെ വെച്ച കാൽ മറ്റൊരിടത്തേക്ക് മാറ്റിച്ചവിട്ടാൻ കഴിയില്ല. അതിൽ ഒരു വിഷയം ഏതാണ്? വഅൻ ശബാബിഹി ഫീമ അബുലാ. തന്റെ യൗവനത്തെ സംബന്ധിച്ചാണ്. എന്തിനു വേണ്ടി അത് നീ നശിപ്പിച്ചു? ഇത് നാളെയുടെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. യുവത്വത്തിന്റെ മഹത്വം ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കണം. ഈ യുവത്വത്തെ നന്മയുടെ മാർഗത്തിലൂടെ ചെലവ് ചെയ്യുന്നവർക്കോ
നാളെ പരലോകത്ത് കിട്ടാൻ പോകുന്ന നേട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിലൂടെ ഇതിന്റെ മഹത്വത്തെ ഒന്നുകൂടി നമുക്ക് തെര്യപ്പെടുത്തുകയാണ്. ഏറ്റവും ഭീതിതമായ മഹ്ശർ ലോകത്ത് നമ്മുടെ തൊട്ടു മുകളിലായി സൂര്യൻ തീതുപ്പി നിൽക്കുമ്പോൾ 7 വിഭാഗം ആളുകൾക്കാണ് അള്ളാഹു പ്രത്യേകമായ സാന്ത്വനത്തിന്റെ തണൽ നൽകുന്നത്. അതിലൊരു വിഭാഗം ആരാണ്? വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, പ്രപഞ്ച സ്രഷ്ടാവിന്റെ നിയമങ്ങൾ മാനിച്ചുകൊണ്ട് ജീവിക്കുന്ന ചെറുപ്പക്കാരനാണ് അള്ളാഹു അവിടെ അർശിന്റെ നിഴൽ കൊടുക്കുന്നത്. ഈ 2 ഹദീസ് വചനങ്ങളിലൂടെ യുവത്വത്തിന്റെ മഹത്വം നമുക്ക് ബോധ്യമാകുന്നു. ജീവിതത്തിൽ വളരെ ചുരുങ്ങിയ ഒരു കാലം മാത്രമാണ് മനുഷ്യനുള്ളത്. ആ ഹ്രസ്വമായ ആയുസ് സാർത്ഥകമാക്കണമെങ്കിൽ, അതിലൂടെ ലോകത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയണമെങ്കിൽ വളരെ ക്രിയാത്മകമായും ആസൂത്രിതമായും ഈ യൗവനത്തെ ചെലവ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കണം. അതിലേറ്റവും പ്രധാനമായി നമ്മൾ ചിന്തിക്കേണ്ടത്, ഒരിക്കലും നമ്മുടെ യുവത്വം ചിതലരിച്ചു പോകാൻ നമ്മൾ അനുവദിക്കരുത്. നമ്മൾ ഓരോ ദിവസവും വിലപ്പെട്ടതാണ്. ഒരു ദിവസം പോലും ഈ കാലഘട്ടത്തിൽ നമ്മൾ അനാവശ്യമായി വെറുതെ ഇരുന്നു പോകരുത്. ഏതെങ്കിലും ഒരു ജോലി ചെയ്യാതെ, അത് ദുനിയാവിലേക്കോ ആഖിറത്തിലേക്കോ ഉപകാരപ്പെടുന്ന ഏതെങ്കിലും ഒരു പണിയെടുക്കാതെ ഒരു 24 മണിക്കൂർ നമ്മുടെ ആയുസ്സിൽ നിന്ന് കൈമോശം വന്നു പോയാൽ മറ്റൊരിക്കലും നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുവാക്കളെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നത്, ഈ ആരോഗ്യം ഉപയോഗിച്ച് നമ്മൾ ജോലിക്ക് വേണ്ടി സന്നദ്ധരാവണം. തൊഴിൽ രംഗത്ത് നമ്മൾ സജീവമാകണം. അവിടുന്ന് പറയുന്നു, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഅ്മിനൽ മുഹ്തരിഫ, അള്ളാഹു ഇഷ്ടപ്പെടുന്നത് ആരെയാണ്? തൊഴിലെടുക്കുന്ന മുഅ്മിനായ മനുഷ്യനെയാണ്. തൊഴിലെടുക്കുന്ന മനുഷ്യനോടാണ് അള്ളാഹുവിന് താല്പര്യം. പണിക്ക് പോകാതെ വെറുതെ ഇരിക്കുന്നവനോട് അള്ളാഹുവിന് താല്പര്യമില്ല. ഈ രാജ്യം അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു വിഷയമാണിത്. തൊഴിലില്ലാത്തൊരുപാട് ചെറുപ്പക്കാർ നമ്മുടെ രാഷ്ട്രത്തിനൊരു ഭാരമാകുകയാണ്. അതേ സമയത്ത് തൊഴിൽ ദാതാക്കളായ ആളുകൾ, നമ്മുടെ വീട്ടിൽ ഒരുപാട് ജോലി ചെയ്യാനുണ്ട്, പറമ്പിലുണ്ട്. പക്ഷേ ഒരു തൊഴിലാളിയെ അന്വേഷിച്ചാലോ ജോലിയുള്ളവർ പറയുന്നു പണിക്കാളെ കിട്ടുന്നില്ല, പണിയില്ലാത്തവർ പറയുന്നു ഒരു പണിയുമില്ല. എന്താണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വരാനുള്ള കാരണം? നമ്മൾ തൊഴിൽ പഠിക്കുന്നില്ല എന്നതാണ്. തൊഴിൽ പഠിച്ച ആളുകൾക്ക് യഥേഷ്ടം ജോലി നമ്മുടെ നാട്ടിലുണ്ട് എന്നതിന്റെ തെളിവാണ് SYS തന്നെ നടത്തിയ, പ്രത്യേകിച്ച് പുളിക്കൽ സോണിലൊക്കെ നടത്തിയ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ സാന്നിധ്യം എത്രയായിരുന്നു. അവരൊക്കെ ഇവിടെ ഉപജീവനത്തിന് വേണ്ടി തൊഴിലെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിടയിൽ ഇപ്പോഴും പണിയില്ലാത്ത അനേകം ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിക്കുക, എന്താണ് ഇതിന്റെ കാരണം? നമ്മൾ ജോലി പഠിക്കുന്നില്ല എന്നതാണ്. ഈ രാഷ്ട്രം ചെയ്യേണ്ടത് എന്താണ്? തൊഴിൽ പരിശീലനത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. തൊഴിൽ ധാരാളമായി പഠിപ്പിക്കപ്പെടേണ്ടതുണ്ട്. ഒരു 3-4 ജോലിയെങ്കിലും ഒരു ചെറുപ്പക്കാരന് കൈവശമുണ്ടാകുകയും ഏതെങ്കിലും ഒരു ജോലിയിൽ അവൻ നൈപുണ്യം നേടുകയും സ്പെഷ്യലിസ്റ്റായി തീരുകയും ചെയ്യണം. ഒരു തൊഴിലില്ലെങ്കിൽ പിന്നെ എനിക്ക് ജോലിയില്ല എന്ന് പറഞ്ഞു നിൽക്കാതെ മറ്റൊരു തൊഴിലെടുക്കാനുള്ള സന്നദ്ധത ചെറുപ്പക്കാരിൽ ഉണ്ടാക്കിയെടുക്കണം. അതിനാവശ്യമായ സംരംഭങ്ങൾ നമ്മുടെ നാട്ടിൽ സംജാതമാക്കി ഈ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന യുവത്വത്തെ കർമ്മരംഗത്തേക്ക് കൊണ്ടുവരാനാണ് ഭരണാധികാരികളും എല്ലാ വിഭാഗം ജനങ്ങളും ശ്രമിക്കേണ്ടത്. SYS ഈ വിഷയത്തിൽ മുൻകൈയെടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ട് പറഞ്ഞു, ഉത്ലുബുൽ ഇൽമ വലോ ബിസ്സീൻ, അറിവ് ചൈനയിൽ നിന്നാണെങ്കിലും നിങ്ങൾ തേടിപ്പിടിക്കണം. ചൈനയിൽ നിന്ന് ഒരുപാട് നല്ല വിവരം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു, ഒരുപാട് മോശപ്പെട്ട അറിവുകൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ചൈന? ഈ യുവാക്കളെ കർമ്മരംഗത്തിറക്കുന്നതിൽ നമുക്കൊരു വലിയ മാതൃക കാണിച്ചിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ തെരുവുകൾ നമ്മൾ ഇന്ന് പരിശോധിച്ചാൽ നമുക്ക് ലഭ്യമാകുന്ന ഉപയോഗിക്കേണ്ട എല്ലാ ഉൽപ്പന്നങ്ങളും അത് നിർമ്മിക്കുന്നത് ചൈനയിൽ നിന്നാണ്. ഏത് സാധനത്തിന്റെ മേലെയും
ചൈനയുടെ പേര് നമ്മൾ കാണുന്നു. ഇതെങ്ങനെ സംഭവിക്കുകയാണ്? ആ രാഷ്ട്രം, ആ രാജ്യത്തുള്ള ചെറുപ്പക്കാരെ സക്രിയരാക്കുന്നതിന് വേണ്ടി കുടിൽ വ്യവസായവും ചെറുകിട വ്യവസായവും തുടങ്ങി ധാരാളം സംരംഭങ്ങൾ അവർക്ക് കൊടുത്തുകൊണ്ട് ആ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളെ വിദേശ കമ്പോളങ്ങളിൽ കൊണ്ടുപോയി വിപണനം നടത്താനുള്ള സൗകര്യവും അവർ ചെയ്തു കൊടുക്കുന്നു. ഇത് നമ്മുടെ രാജ്യം ഒരു നല്ല പാഠമായി ഉൾക്കൊള്ളേണ്ടതാണ്. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ അവസ്ഥ എന്താണ്? ഇത്തരത്തിലുള്ള ചെറുപ്പക്കാർക്ക് ക്രിയാത്മകമായി അവരുടെ യൗവനം ഉപയോഗപ്പെടുത്താനുള്ള അവസരം നൽകുന്നതിന് പകരം അവരെ മോഹവലയത്തിലേക്ക് കൊണ്ടുപോകുകയാണ്. അതിന് ഗവൺമെന്റ് അംഗീകരിച്ചതും അംഗീകരിക്കാത്തതുമായ ചില സംരംഭങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. ചെറുപ്പക്കാരെ അധ്വാനശീലരാക്കി അതിലൂടെ സമ്പന്നരാക്കി തീർക്കുക എന്നതിന് പകരം നമ്മൾ ഇതാ ഗവൺമെന്റിന്റെ പിന്തുണയോടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് ലോട്ടറി എന്ന് പറയുന്നത്. ഇതെന്താണ് ചെറുപ്പക്കാർക്ക് സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർ മായാലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുകയാണ്. അല്പാൽപമായി അധ്വാനിച്ച് അത് വർദ്ധിപ്പിച്ച് അത് വികസിപ്പിച്ച് സമ്പന്നനാകുക എന്നതിന് പകരം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കോടീശ്വരനായി മാറാൻ നമ്മളെ ഗവൺമെന്റ് വ്യാപകമായി കടലാസ് കച്ചവടം നടത്തുകയാണ്. ഈ ചൂതാട്ടം ഇത് അവസാനിപ്പിക്കപ്പെടേണ്ട കാലമായിരിക്കുകയാണ്. ഇതെന്താണ് നമ്മുടെ ചെറുപ്പക്കാർക്ക് നൽകുന്ന സന്ദേശം? ഞാൻ ഏത് ചെറിയ ജോലി ചെയ്താലും അതിന്റെ നല്ലൊരു ഭാഗം ഉപയോഗിച്ച് ഈ കടലാസുകൾ വാങ്ങിക്കൂട്ടിയാൽ എന്നെങ്കിലും ഒരു ദിവസത്തിൽ ഞാനൊരു വലിയ സമ്പന്നനാകും, എനിക്ക് കാറ് ലഭിക്കും, എനിക്ക് പൊന്ന് ലഭിക്കും. ഈ മോഹവലയത്തിലല്ലേ നമ്മളെ ചെറുപ്പക്കാരെ ഗവൺമെന്റ് തളച്ചിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് SYS-ന്റെ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇങ്ങനെയല്ല നമ്മുടെ യുവത്വത്തെ നമ്മൾ നശിപ്പിക്കേണ്ടത്. അവരെ തൊഴിൽ രംഗത്തേക്ക് കൊണ്ടുവന്ന് നിർമ്മാണാത്മകമായ മേഖലയിലൂടെ സമ്പാദിപ്പിക്കുന്ന ശീലമാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇത് നിരോധിക്കപ്പെടേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കേരളം ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന സംസ്ഥാനമായി മാറാനുള്ള ഒരു പ്രധാന കാരണം. അധ്വാന ശേഷിയുള്ള കാലത്ത് ഈ മോഹവലയത്തിൽ പെട്ടുകൊണ്ട് ലഭ്യമായ വരുമാനം മുഴുവനും ഈ പീറക്കടലാസ് വാങ്ങിവെച്ച് അവസാനം തിരിഞ്ഞു നോക്കുമ്പോൾ ആരോഗ്യം ക്ഷയിച്ചിരിക്കുകയാണ്, പുര ചോർന്നൊലിക്കുകയാണ്, പെൺകുട്ടികൾ പുനർന്നിരിക്കുകയാണ്, കുന്നുപോലെ കടം കുമിഞ്ഞുകൂടിയിരിക്കുകയാണ്. ഇനി എന്താണ് മാർഗം? ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. കുടുംബത്തെയും കൂട്ടി കൂട്ടത്തോടെ നടക്കുകയാണ് ആത്മഹത്യാ മുനമ്പിലേക്ക്. അങ്ങനെ അവർ കൂട്ടമായി ആത്മഹത്യ ചെയ്യുന്നു. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്ന സംസ്ഥാനമായി ഇങ്ങനെ നമ്മൾ മാറാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ചെറുപ്പക്കാർക്ക് തൊഴിൽ പരിശീലിപ്പിച്ച് അവരെ സക്രിയരാക്കുന്നതിന് പകരം മടിയന്മാരാക്കി അവർക്കിതാ ഇത്തരത്തിലുള്ള മോഹന വാഗ്ദാനങ്ങൾ നൽകി ഗവൺമെന്റ് തന്നെ ഈ സാമ്പത്തിക ചൂതാട്ടത്തിന് മുൻകൈയെടുക്കുന്നതാണ്. ഇത് അവസാനിപ്പിക്കപ്പെടേണ്ടതാണ്. ഇതുപോലെ നിങ്ങൾ നോക്കൂ, ഇന്ന് നമ്മുടെ രാജ്യത്ത് എങ്ങനെയാണ് ഒരു ചെറുപ്പക്കാരന് ഒരു ചെറുകിട സംരംഭവുമായി പലിശക്കാരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്, ബ്ലേഡ് മാഫിയകളെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ നല്ല കാര്യമാണ്, സ്വാഗതാർഹമാണ്. പക്ഷേ ഇത് എത്ര കാലം നമുക്ക് തുടരാൻ കഴിയും? ഈ പിടിക്കപ്പെടുന്നവർ ഇന്നല്ലെങ്കിൽ നാളെ രക്ഷപ്പെടുകയില്ലേ? അല്ലെങ്കിലും വലിയ വലിയ സ്രാവുകൾ പിടിക്കപ്പെടുന്നില്ല എന്നൊരാരോപണം മറ്റൊരു ഭാഗത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ രാജ്യത്തിന്റെ ഒരു സംസ്കാരമായി മാറിയതാണ്. മനുഷ്യനെ സമ്പാദ്യം എങ്ങനെയാണ് സമ്പാദിക്കേണ്ടത് എന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. ഗവൺമെന്റ് അംഗീകരിച്ച പലിശ ഇടപാടാണ് ഒരു ഭാഗത്ത് നടക്കുന്നതെങ്കിൽ അനംഗീകൃതമായ പലിശ ഇടപാടിനെ മാത്രം എതിർക്കുന്നതിലൂടെ ഈ സംസ്കാരത്തിൽ നമുക്ക് വിമോചനം ലഭിക്കുകയില്ല. ഇതൊരു ചൂതാട്ടമാണ്. പണമുള്ളവൻ ഇരയെ പിടിക്കാൻ ഈ സമ്പത്ത് ചൂണ്ടയിൽ കോർത്തെറിയുകയാണ്. കുരുങ്ങുന്നവന്റെ എല്ലാം പിന്നീട് നഷ്ടപ്പെട്ടു പോകുന്നു. അവന്റെ സമ്പാദ്യവും കിടപ്പാടവും പുരയിടവുമെല്ലാം ഈ മാഫിയകളുടെ കയ്യിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഗവൺമെന്റ് അംഗീകരിച്ച ബാങ്കുകാരന്റെ കൈവശത്തിലേക്ക് പോകുന്നു. ഈ സ്വഭാവവും സംസ്കാരവും സാമ്പത്തിക രംഗത്തുനിന്ന് ഉച്ചാടനം ചെയ്യാതെ ഈ യുവത്വത്തെ നമുക്ക് കർമ്മ രംഗത്തേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. ഇത് ഉപയോഗ
ഉപയോഗപ്പെടുത്തണമെങ്കിൽ സാമ്പത്തിക ചൂതാട്ടത്തിന് പകരം നിർമ്മാണാത്മകമായ മേഖലയിലേക്ക് ചെറുകിട സംരംഭങ്ങൾ നൽകി, തൊഴിൽ പരിശീലനം നൽകി ഈ ചെറുപ്പക്കാരെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ലോകത്ത് തന്നെ വലിയൊരു സാമ്പത്തിക ശക്തിയായി മാറാൻ നമ്മുടെ ഈ രാജ്യത്തിന് തീർച്ചയായും സാധിക്കും. അതിനു പകരം നമ്മുടെ യുവതയെ നമ്മൾ ഇഞ്ചിഞ്ചായി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യുവാക്കളെ നശിപ്പിക്കുന്ന ഏറ്റവും ഭീതിതമായ ഒരു കാര്യമാണല്ലോ ഇപ്പം വലിയ വിവാദമായി നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മദ്യപാനം എന്ന് പറയുന്നത്. അതിന്റെ കണക്കും അതിന്റെ ആധിക്യവും നമ്മൾ ഇത്തരം വേദികളിൽ അവതരിപ്പിക്കുന്നത് പലപ്പോഴും അതിന്റെ സൈഡ് എഫക്റ്റ് നമുക്ക് പ്രതികൂലമായിരിക്കും. കേൾക്കുന്നവർ കരുതുന്നത് എന്താണ്, ഇങ്ങനെ എല്ലാവരും കുടിക്കുന്നുണ്ടെങ്കിൽ, ഇത്രയും സംഖ്യ ഇതിനു വേണ്ടി ചെലവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി ഞാനൊരു സാധു മാത്രം എന്തിനു നോക്കി നിൽക്കുന്നു, ഞാനും അതിൽ അംഗമാകാമെന്നൊരു ചിന്ത ഏതെങ്കിലും സാധുവിന്റെ മനസ്സിൽ തോന്നിപ്പോയാൽ അതിന് നമ്മൾ ഉത്തരവാദികളാകും. അതുകൊണ്ട് അതിന്റെ പെരുപ്പിച്ച കണക്കുകൾ പറയേണ്ടതില്ല. അതിന്റെ ദുരന്തം, അതിനെക്കുറിച്ചൊരു പഠനം നടത്താൻ ഇതാ നമ്മളെ ഗവൺമെന്റ് പുതുതായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇവരേത് ലോകത്താണത്ര ജീവിക്കുന്ന നമുക്കറിയില്ല. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഈ മദ്യത്തിന്റെ ദുരന്തം ഇനിയും അന്വേഷിച്ച് അത് എത്രമാത്രം സമൂഹത്തിന് ആപത്തുണ്ടാക്കുന്നു എന്ന് പഠിക്കപ്പെടേണ്ട ഒരു വിഷയമാണോ? ഇത് ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഏതോ തരത്തിലുള്ള തട്ടിപ്പാണ് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ലോകത്ത് ഏതൊക്കെ നാഗരികതകൾ തകർന്നിട്ടുണ്ടോ, ഏതൊക്കെ രാജ്യങ്ങൾ തരിപ്പണമായിട്ടുണ്ടോ, ഏതൊക്കെ തലമുറ നാമാവശേഷമായിട്ടുണ്ടോ, ഏതൊക്കെ കുടുംബങ്ങൾ ഛിന്ന ഭിന്നമായിട്ടുണ്ടോ, അതിന്റെയൊക്കെ പ്രധാന വില്ലനായി മദ്യമാണെന്ന് തെളിയിക്കപ്പെട്ടതാണെങ്കിൽ അതിനെക്കുറിച്ചൊരു പുതിയ പഠനത്തിന്റെ ആവശ്യമില്ല. ബോധ്യപ്പെട്ട സംഗതിയാണ്. VM സുധീരനെ പോലുള്ള ആളുകൾ എടുത്ത നിലപാടിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ചർച്ച ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പം പലരുടെയും ഉള്ളിലുള്ള പൂച്ച പുറത്തു ചാടുന്നതായി കാണുകയാണ്. വെള്ളാപ്പള്ളിയെ പോലുള്ള സാമുദായിക നേതാക്കന്മാർ ഇവിടെ വല്ലാതെ പല രീതിയിലും സംസാരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് അവർ ഈ ഒച്ചവെക്കുന്നത്? അതിന്റെ പിന്നിലുള്ള സത്യം ജനങ്ങൾക്കറിയാം. സമുദായത്തിന്റെ പേരിൽ പോലും പ്രവർത്തിക്കുന്നവർ മദ്യമാഫിയകളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു വേള ആ വിഷയത്തിന് വേണ്ടി കോടികൾ മുതൽ മുടക്കിയിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതിൽ വേദന ഉണ്ടാകുമെന്നത് ശരിയാണ്. 400 ചില്ലാനം മദ്യഷോപ്പുകൾ അല്ലെങ്കിൽ ബാർ ഹോട്ടലുകൾ ഇവിടെ ഇതാ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. പറയുന്നത് എന്താണ്? ഇതിന് പൂർണ്ണമായ സൗകര്യങ്ങളില്ല, ഈ പേര് പറഞ്ഞാണ് അടച്ചുപൂട്ടിയത്. എന്നാൽ ഇവിടെ പല സംശയങ്ങളും ജനങ്ങൾക്കുണ്ടാകുന്നുണ്ട്. ഈ യോഗ്യതയില്ലാത്ത, വേണ്ട എല്ലാ നിയമങ്ങളും പാലിക്കാത്ത ഈ മദ്യഷോപ്പുകൾക്ക് ആരാണ് നേരത്തെ അംഗീകാരം കൊടുത്തത്? അംഗീകാരം കൊടുത്തതിന്റെ പിന്നിൽ വല്ല അഴിമതിയുമുണ്ടോ എന്നൊക്കെ ജനങ്ങൾക്ക് സംശയമുണ്ടായാൽ മറുപടി പറയേണ്ടി വരും. ആ കാര്യം പറഞ്ഞു മാത്രമല്ല, സൗകര്യപ്രദമായി എത്രയും ഷോപ്പ് നൽകാമെന്നാണോ ചിന്തിക്കേണ്ടത്? അതിനെക്കുറിച്ചാണോ ചർച്ച ചെയ്യേണ്ടത്? അല്ല. ഈ മദ്യം സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ദുരന്തങ്ങൾ നമ്മൾ എണ്ണി പറയേണ്ട ആവശ്യമില്ല. വൈയക്തികമായി ഒരു മനുഷ്യനെ ശാരീരികമായി രോഗം തന്നുകൊണ്ട് അവനെ പ്രയാസപ്പെടുത്തുന്നതോടൊപ്പം അവന്റെ ബുദ്ധി തകർത്ത് മനുഷ്യനെന്ന വിധാനത്തിൽ നിന്ന് മൃഗത്തെക്കാൾ അവനെ അധപ്പതിപ്പിക്കുന്നതോടൊപ്പം എത്രയെത്ര കുടുംബങ്ങളെയാണ് മദ്യം കണ്ണീരിലാഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു പത്രത്തിൽ വായിച്ച റിപ്പോർട്ട് ഓർക്കുകയാണ്. ഒരു പാവപ്പെട്ട അമ്മ 3 മക്കളെയും കൂട്ടി ആത്മഹത്യ ചെയ്യുകയാണ്. എന്താണ് ആത്മഹത്യയുടെ കാരണം? അവർക്കൊരു ഭർത്താവുണ്ട്, പക്ഷേ ആ മക്കളെ തീറ്റിപ്പോറ്റാൻ അയാൾക്ക് സമയമില്ല. മദ്യത്തിന്റെ അടിമയാണ് അയാൾ. രാവിലെ ഇറങ്ങി വൈകുന്നേരമാകുമ്പോഴേക്ക് അദ്ദേഹത്തിന് മദ്യപിക്കാനുള്ള വല്ലതും സംഘടിപ്പിക്കുക എന്നതിലപ്പുറം വേറെ ഒരു ചിന്തയില്ലാത്ത വിധം മദ്യത്തിന്റെ അടിമയായ ആ മനുഷ്യനാണ് ഒന്നിലധികം വീടുകൾ